ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത വാല്യം 1. കർത്താവ് തൻ്റെ പ്രവൃത്തിയുടെ തുടക്കത്തിൽ എന്നെ സൃഷ്ടിച്ചു. തൻ്റെ പണ്ടത്തെ പ്രവൃത്തികളിൽ ആദ്യത്തേത്. സുഭാഷിതങ്ങൾ 8:22. അധ്യായം 1. ആമുഖം. 1944 ഓഗസ്റ്റ് 22. ഈശോ എന്നോട് അരുളിച്ചെയ്തു. ഒരു പുതിയ നോട്ട് ബുക്ക് എടുത്ത് ആഗസ്റ്റ് 16-ാം തീയതി ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒന്നാമത്തെ പേജിൽ എഴുതുക. അവളെക്കുറിച്ചായിരിക്കും ഈ പുസ്തകത്തിൽ പറയുക. ഞാൻ അനുസരിച്ചുകൊണ്ട് എഴുതുന്നു. 1944 ഓഗസ്റ്റ് 16. ഈശോ പറയുന്നു, ഇന്ന് ഇത് മാത്രം എഴുതുക. പരിശുദ്ധിയുടെ വില എത്ര വലുത്! ഒരു സൃഷ്ടിക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്തവനെ ഒരു സൃഷ്ടിയുടെ ഉദരത്തിൽ വഹിക്കുവാൻ കഴിയത്തക്ക വിധം പരിശുദ്ധിയുടെ വില അത്ര വലുതാണ്. ഒരു സൃഷ്ടിക്കുണ്ടാകുവാൻ പാടുള്ള ഏറ്റവും പരമമായ പരിശുദ്ധി അവൾക്കുണ്ടായിരുന്നു. പരിശുദ്ധ ത്രിത്വം തൻ്റെ എല്ലാ പൂർണ്ണതകളോടും 3 ദൈവിക ആളുകളോടും കൂടെ താണിറങ്ങി തൻ്റെ അപരിമേയതയെ ഒരു ചെറിയ സ്ഥലത്തിനുള്ളിൽ ഒതുക്കി നിർത്തി. എന്നാൽ അങ്ങനെ ചെയ്തതുകൊണ്ട് പരിശുദ്ധ ത്രിത്വം തന്നെ തന്നെ ഹീനമാക്കിയില്ല. കാരണം കന്യകയുടെ സ്നേഹവും ദൈവത്തിൻ്റെ തിരുച്ചിത്തവും കൂടെ ആ സ്ഥലത്തെ വിസ്തൃതമാക്കി. ഒരു സ്വർഗമാകുന്നതുവരെ വിസ്തൃതമാക്കി. ഏറ്റവും പരിശുദ്ധ ത്രിത്വം താഴെ പറയുന്ന വിധത്തിൽ അവളിൽ കൂടെ സ്വയം വെളിപ്പെടുത്തി. പിതാവ് സൃഷ്ടികർമ്മത്തിൻ്റെ 6-ാം ദിവസത്തേതെന്ന പോലെ വീണ്ടും സ്രഷ്ടാവായ പിതാവിന് തൻ്റെ പൂർണ്ണ ഛായയിൽ തനിക്ക് ചേരുന്ന ഒരു പുത്രിയെ ലഭിച്ചു. ദൈവത്തിൻ്റെ ഛായ പരിപൂർണമായി അതിൻ്റെ തനിമയിൽ മേരിയിൽ പതിഞ്ഞിരുന്നു. തൻ്റെ ആദ്യജാതൻ മാത്രമേ ഇക്കാര്യത്തിൽ മേരിയേക്കാൾ ഉപരിയായിരുന്നുള്ളൂ. മേരിയെ ദൈവത്തിൻ്റെ ദ്വിതീയ ജാത എന്ന് വിളിക്കത്തക്ക വിധത്തിൽ അത്ര വലുതായ പൂർണ്ണത അവൾക്ക് നൽകപ്പെട്ടിരുന്നു. അത് അവൾ സംരക്ഷിച്ചു. ദൈവത്തിൻ്റെ മണവാട്ടിയും മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും എന്ന നിലയിൽ അവൾ ദൈവപുത്രൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് വരുന്നു. ദൈവത്തിൻ്റെ നിത്യമായ ചിന്തയിൽ അവൾ 2-ാമത്തെ സ്ഥാനം നേടി. പിതാവ് നിത്യമായി അവളിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. പുത്രൻ അവളുടെയും മകനായ പുത്രൻ തൻ്റെ കൃപാവരത്തിൻ്റെ നിഗൂഢമായ പ്രവർത്തനത്താൽ അവളുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ അവളെ തൻ്റെ സത്യവും ജ്ഞാനവും മനസ്സിലാക്കിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാരൂപി വരാനിരിക്കുന്ന പന്തക്കുസ്തയായി, നീണ്ടു നിൽക്കുന്ന ഒരു പന്തക്കുസ്തയായി മനുഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് സ്നേഹമായും ആശ്വാസമായും വിശുദ്ധീകരണമായും തീർന്നു. താൻ സ്നേഹിച്ചവൾക്ക് സ്നേഹമായി. അവളുടെ ഉദരഫലം നിമിത്തം മനുഷ്യമക്കൾക്ക് ആശ്വാസമായി. പരിശുദ്ധി തന്നെ ആയവൻ്റെ മാതൃത്വം മൂലം വിശുദ്ധീകരണവുമായി. നവ്യവും പൂർണ്ണവുമായ വിധത്തിൽ തന്നെ തന്നെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി, അങ്ങനെ രക്ഷയുടെ യുഗം ആരംഭിക്കുന്നതിനു വേണ്ടി തൻ്റെ സിംഹാസനമായി ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെയോ ഭൂമിയിലെ പ്രതാപവാനായ ഒരുവൻ്റെ കൊട്ടാരത്തെയോ ദൈവം തിരഞ്ഞെടുത്തില്ല. തൻ്റെ പാദപീഠമായ ദേവദൂതന്മാരുടെ ചിറകും ആവശ്യപ്പെട്ടില്ല. കളങ്കമില്ലാത്ത നിർമ്മലമായ ഒരു ഉദരമാണ് അവിടുന്ന് ആവശ്യപ്പെട്ടത്. ഹവ്വായും നിർമ്മലയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ കളങ്കമുള്ളവളായി തീരുവാൻ സ്വന്തം മനസ്സാലെ അവൾ ആഗ്രഹിച്ചു. ഹവ്വ പരിശുദ്ധമായ ഒരു ലോകത്തിലായിരുന്നു ജീവിച്ചത്. എന്നാൽ ദുഷിച്ച ഒരു ലോകത്തിൽ ജീവിച്ച മേരി ആ പരിശുദ്ധിക്ക് കളങ്കം വരുവാൻ ആഗ്രഹിച്ചില്ല. പാപത്തോട് വിദൂര ബന്ധമെങ്കിലുമുള്ള ഒരു ചിന്ത പോലും അവളെ കളങ്കപ്പെടുത്തുവാൻ അവൾ ആഗ്രഹിച്ചില്ല. പാപം ഉണ്ട് എന്നവൾക്കറിയാമായിരുന്നു. പാപത്തിൻ്റെ വിവിധങ്ങളായ രൂപങ്ങളും അവയുടെ ഫലങ്ങളും അവൾ മനസ്സിലാക്കി. അവൾ അവയെല്ലാം കണ്ടു. അവയിലെ ഏറ്റവും നികൃഷ്ടമായവയും കണ്ടു. ദൈവത്തെ വധിക്കുന്നതുൾപ്പെടെ എല്ലാം. അവൾ കണ്ടത്
അവയ്ക്ക് പരിഹാരം ചെയ്യുവാൻ വേണ്ടിയാണ്. എന്നും പാപികളോട് കരുണ കാണിക്കേണ്ട സ്ത്രീയാകേണ്ടതിനാലും അവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടതിനാലുമാണ്. ഈ ചിന്ത മറ്റ് വിശുദ്ധ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനുള്ള ആമുഖമായി തീരും. ഇവയെല്ലാം നിന്റെ നന്മയ്ക്കും അനേകായിരങ്ങളുടെ സുസ്ഥിതിക്കും വേണ്ടിയാണ്.